ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കിരൺ പയസിനെ കണ്ടെത്തുന്നുണ്ട്. പയസിനെ പിടികൂടുകയാണ്. കിരണും കൂട്ടാളികളായിട്ട് രതീഷും വേലുവുമുണ്ട്. അങ്ങനെ അവനെ തല്ലിച്ചതച്ച് അവനെ കൊണ്ട് സത്യങ്ങൾ പറയിപ്പിക്കാൻ അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പയസാണെങ്കിൽ സരയുവിന്റെ പേര് പറയുന്നില്ല. പകരം തന്റെ കൂട്ടുകാരനെ സ്വന്തം അച്ഛൻ മകൾക്ക് വേണ്ടി കൊന്നതിന് പകരം വീട്ടിയതാണ് എന്നാണ് പയസ് മറുപടി പറയുന്നത്. അതായത് കല്യാണിയെ കൊല്ലാൻ വേണ്ടിയിട്ട് പ്രകാശം കൊന്നല്ലോ സ്വന്തം മകൾക്ക് വേണ്ടിയിട്ട്. ആ ഒരു കാര്യമാണ് പറയുന്നത്. അപ്പൊ എന്തായാലും അവര് തിരികെ പോകാൻ നിൽക്കുന്ന സമയം തന്നെ അവരെന്തോ ഒരു ഭാഗ്യമെന്ന രീതിയിൽ അവന്റെ പോക്കറ്റിൽ കിടക്കുന്ന ഫോൺ റിങ് ചെയ്യാണ്. അപ്പൊ ആ സമയത്ത് ഫോൺ എടുത്തിട്ട് രതീഷ് പറയുന്നുണ്ട്, ഇങ്ങനൊരു സാധനം ഇവന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നു, എന്തായാലും ഇത് ഞങ്ങളുടെ കയ്യിലിരിക്കട്ടെ എന്നും പറഞ്ഞ് ആ കാട്ടിലങ്ങ് ഉപേക്ഷിച്ചു പോവുകയാണ്. എന്തായാലും കുറുനരിയുടെയും ചെന്നായ്ക്കളുടെയൊക്കെ ഇന്നത്തെ രാത്രിക്കുള്ള ഭക്ഷണമാക്കി അവരവരുടെ നിന്നും പോവുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് പോകുന്ന യാത്രയില് വീണ്ടും ആ ഫോണിലോട്ട് റിങ് വരികയാണ്. അപ്പോൾ വിളിക്കുന്നത് മറ്റാരുമല്ല, സരയുവാണ്. സരയുവിന്റെ നമ്പർ കിരൺ തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ കിരൺ പറയുകയാണ്, എന്താ ഇത്, സരയു എന്താ പയസിനെ വിളിക്കുന്നത്? അപ്പൊ രതീഷ് തന്റെ സംശയം ഉറപ്പിക്കുകയാണ്. അവൻ പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ സാറിനോട് പറഞ്ഞില്ലേ ഇതിന്റെയൊക്കെ പിന്നില് ആ സരയു നമ്മളോടൊക്കെ കാണിക്കുന്നതൊക്കെ ഒരു മുഖംമൂടി തന്നെയാണ്. അവള് എല്ലാവരെയും പറ്റിക്കുകയാണ്. അതുപോലെ തന്നെ അന്ന് കിരൺ സാറിന്റെ അച്ഛൻ പറഞ്ഞില്ലേ, അന്നത്തെ ദിവസം അവിടേക്ക് കല്യാണിയെ കൊല്ലാൻ വന്നപ്പോൾ പിന്നാമ്പുറത്തെ വാതിലിന് ഒരു കുറ്റിയിൽ ഒരു തകർച്ച ഒന്നും കണ്ടില്ല. അങ്ങനെയെങ്കിൽ അവൻ അവിടെ കിടക്കണമെങ്കിൽ ഈ പറയുന്ന സരയുവിന്റെ അമ്മ തന്നെയായിരിക്കും, വളർത്തമ്മ തന്നെയായിരിക്കും അവന് വാതിൽ തുറന്നു കൊടുത്തത്. അപ്പോൾ അങ്ങനെയായിരിക്കും അവർ തമ്മിലുള്ള ബന്ധം എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കല്യാണിയോട് സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കല്യാണിയോട് ഇനി എന്തായാലും അവളുമായിട്ട് അധികം അടുക്കണ്ട എന്ന് പറയുകയാണ്. അങ്ങനെ അവരുടെ സംശയം ഇങ്ങനെ പോകുന്ന സമയത്ത് തന്നെയാണ് നമ്മുടെ കല്യാണി വിളിക്കുന്നത് മറ്റൊന്നിനുമല്ല, സായാഹ്നത്തിലെത്തിയ താരയെ പറ്റിയുള്ള വിവരങ്ങൾ പറയാനാണ്. അമ്മൂമ്മ വിളിച്ചപ്പോൾ കല്യാണിയെ അറിയിച്ചിട്ടുണ്ട് സായാഹ്നത്തിൽ താര വന്നിട്ടുള്ളതും അതുപോലെ തന്നെ അവൾക്ക് നല്ല മനപ്രയാസമുണ്ടതും അവള് ഇവിടെ നിന്നും പോകാൻ കൂട്ടാക്കുന്നില്ല, ഇവിടെ താമസിക്കാനാണ് താര വന്നിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അവർക്ക് വീണ്ടും സംശയങ്ങൾ കൂടുകയാണ്. എന്തിനാണ് താരയാൻ്റെ വീട് വിട്ട് അവിടെ പോയി താമസിക്കുന്നത് എന്ന് കിരൺ ചോദിക്കുമ്പോൾ രതീഷും അതിന് നല്ല തക്ക മറുപടി, ശരിയായ മറുപടി തന്നെയാണ് കൊടുക്കുന്നത്. സ്വന്തം മകളെ പേടിച്ച് സ്വന്തം മകളുടെ ആഗ്രഹത്തിന് വഴങ്ങാൻ പറ്റാത്തത് കൊണ്ടാണെങ്കിലോ ആ വീട് വിട്ട് ഇറങ്ങിയത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും വലിയൊരു അപകടമാണ് കാത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കിരൺ ആണെങ്കിൽ ആകെ തലക്കെ ചൊറിഞ്ഞ് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ വേലുവും പറയുന്നുണ്ട്, അങ്ങനെ അവള് നമ്മളുടെ കൂടെ നിന്ന് ചതിച്ചിട്ടുണ്ടെങ്കിൽ അവളെ ഇനി വെറുതെ വിടരുത് സാറേ എന്ന് പറയുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിലും അവര് തുടർന്ന് യാത്ര പോകുന്നത് ഈ പറയുന്ന സായാഹ്നത്തിലേക്ക് പറഞ്ഞിട്ടാണ്, താരയുടെ അരികിലേക്കാണ് പോകുന്നത്. അതേ സമയത്ത് നമ്മുടെ മനോഹറിനെ ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന സരയും ആദ്യം കൊണ്ടുപോകുന്നത് ശാരിയുടെ അരികിലേക്കാണ്. അമ്മയെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അമ്മയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല നമ്മുടെ മനോഹറിനെ കണ്ടിട്ട്. മനോഹർ അത് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യമുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ സരയുടെ പോലെ തന്നെ ശാരിയും അഭിനയിക്കുന്നുണ്ട്, എനിക്ക് എന്ത് ദേഷ്യം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എന്തായാലും അവള് വീട്ടിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് മനോഹറിനെ. അങ്ങനെ അവിടെ എത്തിയിട്ട് അവള് പറയുകയാണ്, ഇതാണ് ഞങ്ങളുടെ വീട് എന്നൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും മനോഹർ ശരിക്കും വിശ്വസിച്ചിട്ടുണ്ട് സരയുവിന്റെ ഈ ഒരു മാറ്റം. അങ്ങനെ അകത്തേക്ക് ക്ഷണിക്കുകയാണ്. അതേ സമയത്ത് മനോഹർ കുളിക്കാനൊക്കെ അകത്തേക്ക് പോകുമ്പോൾ ആ സമയം അവള് ഭക്ഷണം ഉണ്ടാക്കി വെക്കുകയാണ്. അതുപോലെ തന്നെ അവളുടെ കയ്യിലൊരു വിഷക്കുപ്പി, അത് നമ്മുടെ കല്യാണിയെ കൊല്ലാൻ വേണ്ടി വാങ്ങി താരയ്ക്ക് നൽകിയ ആ വിഷക്കുപ്പിയാണ്. അതെന്തായാലും താര ഉപയോഗിച്ചില്ലല്ലോ. അങ്ങനെ ഇവന് എന്തായാലും ഇത് ഇരിക്കട്ടെ, ഈ പോയിസൺ എന്ന് പറഞ്ഞിട്ട് ആ ഭക്ഷണത്തിൽ, അവൻ കഴിക്കാൻ ഇരിക്കുന്ന ഭക്ഷണത്തിലൊക്കെ അവർ അത് ചേർക്കുകയാണ്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ മനോഹർ അവിടേക്ക് വരുന്നുണ്ട്. എന്തായാലും മനോഹറിനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ കിരണിന്റെയും കല്യാണിയുടെയൊക്കെ കിരണിന്റെയും കല്യാണിയൊക്കെ അച്ഛന്റെ വീട്ടിലോട്ട്, അതായത് കിരണിന്റെ അച്ഛന്റെ വീട്ടിലോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പിറ്റേ ദിവസം കിരണിന്റെയും കല്യാണിന്റെയും വീട്ടിൽ ഒരു വിരുന്ന് തന്നെ അവർക്ക് ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ല സന്തോഷത്തിലാണ് നിൽക്കുന്നത് നമ്മുടെ മനോഹർ. ആ ഭക്ഷണം കഴിക്കുന്നുണ്ട്. എന്തായാലും ഇതിനിടയിൽ
നമ്മുടെ കിരണൊക്കെ വേഗം പോകുന്നത് സായാഹ്നത്തിലേക്കാണ്. സായാഹ്നത്തിൽ എത്തുമ്പോൾ താരയോട് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്, ആന്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ, നിങ്ങൾ ഇങ്ങനെ മറച്ചു വെക്കുന്നത് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുകയാണ്, മറ്റുള്ളവരുടെ ജീവനാണ് ഒരുപക്ഷെ നിങ്ങൾ കാരണം നഷ്ടപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് താര പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൈ കൂപ്പിക്കൊണ്ട് ആ സത്യങ്ങളെല്ലാം വിളിച്ചു പറയുകയാണ് കിരണോട്. അത് കേട്ടിട്ട് കിരൺ ഞെട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. സരയുവിനെ പറ്റിയുള്ള എല്ലാ സത്യങ്ങളും, സരയു തന്നെ ഉപദ്രവിക്കാറുള്ള കാര്യം, അതുപോലെ തന്നെ കല്യാണിയെ കൊല്ലാൻ ശ്രമിച്ചതും ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും, അതുപോലെ വീട്ടിലോട്ട് വരുന്ന കല്യാണിക്ക് വിഷം കലക്കി കൊടുക്കാൻ തന്നോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ അവർ 3 പേരും ഞെട്ടിപ്പോവുകയാണ്. രതീഷ് പറയുന്നുണ്ട്, കിരൺ സാറേ വേഗം വണ്ടിയെടുക്ക്, അങ്ങനെയാണെങ്കിൽ മനോഹറിനോട് അവൾ കാണിക്കുന്ന സ്നേഹം കള്ളത്തരം തന്നെയായിരിക്കും, അവൻ എന്തെങ്കിലും അപകടപ്പെടുത്തും, വേഗം വാ എന്ന് പറഞ്ഞ് അങ്ങനെ അപ്പം തന്നെ അവർ വണ്ടിയെടുത്ത് വേഗം തന്നെ സരയുവിന്റെ അരികിലേക്ക്, സരയുവിന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ മനോഹർ ആ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരിക്കും. മനോഹറിന് അല്പസമയത്തിനുള്ളിൽ തന്നെ ആ ഒരു പ്രയാസം പുറത്തേക്ക് വരികയാണ്. വിഷം കഴിച്ചതിന്റെ അവനങ്ങനെ ചങ്കിലും അതുപോലെ തന്നെ കുരക്കിലും ഒക്കെ ഒരുപാട് പ്രയാസങ്ങൾ വന്ന് അവനങ്ങനെ സരയുവിനെ ഇങ്ങനെ പിടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ സരയു നേരെ അവനെ തട്ടി അവനെ സോഫയിലേക്ക് ഇടുകയാണ്. അവനാണെങ്കിൽ അവിടെ കിടന്ന് മരണവെപ്രാളം കൊള്ളുകയാണ്. പക്ഷെ അപ്പോഴേക്കും ഈ പറയുന്ന 3 പേരും കിരണും അതുപോലെ നമ്മുടെ രതീഷും വേലും അവിടേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ മനോഹറിനെ പിടിക്കുകയാണ്. പക്ഷെ നമ്മുടെ സരയുവിന്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിപ്പോവുകയാണ്. സരയു ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ സമയത്ത് അവരവിടെ വരുമെന്ന്. അപ്പോൾ അവൾ അപ്പോഴും അഭിനയിക്കാനാണ് ശ്രമിക്കുന്നത്. ഇവരോടൊക്കെ പറഞ്ഞിട്ട് അയ്യോ മനുവേട്ടൻ എന്താ പറ്റിയത് എന്നൊക്കെ ചോദിച്ചിങ്ങനെ അഭിനയിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ കിരൺ പറയുന്നുണ്ട്, വേഗം ഇവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുമെന്ന് പറയുകയാണ്. അപ്പോഴേക്കും അവരെ കൊണ്ടുവന്ന് വന്ന വണ്ടിയിൽ മനോഹറിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ സരയു രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. സരയുവിന്റെ എല്ലാ കള്ളത്തരങ്ങളും ആ സമയം കിരൺ ചോദിക്കുന്നുണ്ട്. എണ്ണി ഓരോന്നായി ചോദിക്കുകയാണ്. ഇവിടെ ഉണ്ടായിരുന്ന താര ആന്റി എന്ത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് അമ്പലത്തിൽ പോയതാണ് തീർത്ഥാടനത്തിനെന്ന് പറയുന്നുണ്ട്. അമ്പലത്തിലാണോ അതോ ഈ വീട് വിട്ട് ഇറങ്ങി പോയതാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ എന്താ കിരണേ നീ അങ്ങനെ ചോദിക്കുന്നത്? നീ ആരാടി ശരിക്കും? നിന്റെ മനസ്സിൽ എന്താടി? നീ നിന്റെ താരയാന്റിയോട് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്നിങ്ങനെ കിരൺ പറയുന്നത് കേട്ടിട്ട് സരയു ഞെട്ടിപ്പോവുകയാണ്. പയസ് എന്റെ പിടിയിലായിട്ടുണ്ട്. പയസിന്റെ ഫോണിലോട്ട് നീ എന്തിനാടി കോൾ ചെയ്തത്? ആ സമയത്ത് എന്റെ കയ്യിലായിരുന്നു ഫോൺ എന്ന് പറയുമ്പോഴും അവൾ ഞെട്ടിപ്പോവുകയാണ്. അവൾക്ക് ഉത്തരം മുട്ടിപ്പോകുന്നുണ്ട് പല ചോദ്യങ്ങൾക്ക് മുമ്പിലും. എന്തായാലും നീ അപ്പോ കല്യാണിയെ നീ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നല്ലേ? നീ എല്ലാവരോടും കാണിക്കുന്നതൊക്കെ സ്നേഹം കാണിച്ച് നടിക്കുകയായിരുന്നല്ലേ എന്നിങ്ങനെ ഓരോന്നായി ചോദിക്കുന്നുണ്ട്. നീക്കൊരു മനുഷ്യ സ്ത്രീയാണോടി? നിനക്കും നിന്റെ അമ്മയ്ക്കും നിന്റെ കുഞ്ഞിനൊക്കെ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ഞാനും കല്യാണിയും കൂടി ചെയ്തിരിക്കുന്നു, എന്നിട്ടും നിനക്ക് അതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മുടെ സരയുവിനെ തല്ലുന്നുണ്ട്. എന്തായാലും അപ്പോഴേക്കും അവളെ അവിടെ നിന്ന് ഇതുപോലെ കെട്ടിയിട്ട് കൊണ്ടുപോകുന്നുണ്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് വിചാരണ നടത്തുകയാണ്. അങ്ങനെ അവള് ചെയ്ത കള്ളത്തരെല്ലാം എല്ലാവർക്കും മനസ്സിലാവും. അവളുടെ എന്തായാലും 2 എപ്പിസോഡ് മാത്രമേ ഇനിയുള്ളൂ. നമ്മൾ വെള്ളിയാഴ്ചയോട് കൂടി എന്തായാലും സീരിയൽ അവസാനിക്കുകയാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.